തക്കാളി ഉണ്ടായിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനിന്ന് കാണിച്ചിരുന്നത്. തക്കാളി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തക്കാളി ചെടിയുടെ തൈകൾ നട്ടിട്ട് ഉണ്ടായതാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മണ്ണ് നന്നായിട്ടൊന്ന് കൊത്തിക്കളച്ച് കുമ്മായം വിതറി ഒരു 15 ദിവസം ഇട്ടതിന് ശേഷമാണ് ഇത് നട്ടത് കേട്ടോ. പിന്നീട് എനിക്ക് വളമൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. നടുന്ന സമയത്ത് കുറച്ച് വളം മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വളമൊന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് ഇപ്പോൾ തക്കാളി ഉണ്ടായിരിക്കുന്നതുണ്ടോ, ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. എനിക്ക് വളരെ സന്തോഷം തോന്നി. നിറയെ ഉണ്ടായിട്ട് ചെടിക്ക് നേരെ നിൽക്കാൻ പറ്റാതെ ആയിട്ട് അത് വളഞ്ഞു പോയേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് നേരെ നിർത്താൻ വേണ്ടിയിട്ട്, അതൊന്ന് താഴേക്ക് മണ്ണിൽ മുട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് 2 പട്ടയുണ്ടല്ലോ, തെങ്ങിൻ പട്ട, തെങ്ങിൻ്റെ മടൽ എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ ഓലകളെല്ലാം കീറി കളഞ്ഞിട്ട് ആ മടൽ എടുത്തിട്ട് ഇങ്ങനെ കുറ്റി അങ്ങോട്ട് എക്സിൻ്റെ ആകൃതിയിൽ കെട്ടിവെച്ചിട്ട് അതിൽ താങ്ങ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു ഇരുമ്പിൻ്റെ കമ്പിയുടെ കിടപ്പുണ്ട്, അതും കൂടി താങ്ങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് താഴെ തക്കാളി ചെടിയൊന്നും കായ്കൾ താഴെ മുട്ടാതെ പൊങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വളരെ സന്തോഷം എനിക്കിത് ഉണ്ടായിട്ട് തന്നെ കേട്ടോ. ഒരു 10-15 ചെടി നട്ടിട്ട് ഒരു ചെടിയിൽ മാത്രമാണ് എനിക്ക് തക്കാളി ഉണ്ടായി കിട്ടിയിരിക്കുന്നത് കേട്ടോ. ബാക്കി ചെടികളെല്ലാം കുരുടിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പം ഇത് വളരെ സന്തോഷം. ഈ ഒരു ചെടി മാത്രമാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്ന വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വിത്ത്, നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളിൽ മാത്രമായിരിക്കും തക്കാളി ഇതുപോലെ ഉണ്ടാകുന്നത്. അപ്പം ഞാൻ ഈ തക്കാളി പഴുത്താലും ഞാനിത് ഇതിൽ നിന്നുള്ള വിത്തുകൾ ശേഖരിച്ച് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാനാണ് എൻ്റെ ഉദ്ദേശം. കാരണം ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയതുകൊണ്ടായിരിക്കും ഇതിൽ മാത്രം കായ്കൾ ഉണ്ടായി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ.